ഭാരതത്തിൻ്റെ പരമ്പരാഗത ചികിത്സാ രീതിയാണ് ആയുർവേദം. കർക്കിടക മാസ ചികിത്സയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രകൃതിക്കൊപ്പം മനുഷ്യനും ശുദ്ധീകരിക്കുന്ന കാലമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ രോഗത്തെ ചികിത്സിക്കലല്ല, യഥാർത്ഥത്തിൽ ശരീരത്തിനും മനസ്സിനും അടുത്ത ഒരു വർഷത്തേക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം സമ്പാദിക്കലാണ്. ഈ മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അമൃത ടിവിയും ശ്രീമൂലം ക്ലബ്ബും സംയുക്തമായി പങ്കജ കസ്തൂരിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അമൃതം, ആയുർവേദം, ആരോഗ്യം. കർക്കിടക മാസത്തെ ചികിത്സയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഇനിയൊരു വർഷത്തേക്കുള്ള നമ്മുടെ ഒരു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ഊർജം സമ്പാദിക്കാനുള്ള ഒരു മാസമാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ ഓരോ കർക്കിടകത്തിലും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഏറെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. ജീവിതശൈലി രോഗങ്ങളും ആയുർവേദം അതിന് എത്രത്തോളം ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച്. അതിന് പറയാൻ വേണ്ടി നമുക്ക് വളരെ പ്രശസ്തനായ, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമാണ് പങ്കജ കസ്തൂരി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. പങ്കജ കസ്തൂരിയുടെ മാനേജിംഗ് ഡയറക്ടറെ തന്നെ നമുക്ക് അങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ഇവിടെ അദ്ദേഹത്തെ തന്നെ ലഭിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനവും സന്തോഷവുമുള്ള കാര്യമാണ്. എന്നാലും ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കാൻ അമൃത ടി വി സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം കൃഷ്ണകുമാറിനെ ക്ഷണിക്കും. അമൃത ടി വി മാനേജ്മെന്റ് സ്റ്റാഫിന്, നമ്മുടെ സഹപ്രവർത്തകർക്ക്, അവരുടെ ദൈനംദിന ജീവിതത്തിലെ അവരുടെ ടെൻഷനൊക്കെ ഒരു പരിഹാരമായിട്ട് തുടർച്ചയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അമൃത ടി വിയുടെ ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പും അതിനനുബന്ധമായി ഡോക്ടറെ പോലെ വളരെ ഒരു പ്രഗത്ഭനായ വ്യക്തിത്വത്തെ കൊണ്ടുവന്ന് നിങ്ങളോട് സംവദിപ്പിക്കാനുള്ള ഈ ഒരു സാഹചര്യവും. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച, അവാർഡുകൾക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥായിയായ പ്രതിഷ്ഠ നേടിയ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായരെയും അദ്ദേഹത്തിൻ്റെ ബ്രാൻഡായിട്ടുള്ള, എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന പങ്കജ കസ്തൂരി എന്ന് പറയുന്ന ആ ഒരു വലിയ ബ്രാൻഡിൻ്റെയും ആ സാന്നിധ്യം നമുക്ക് ഇവിടെ ലഭ്യമായതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഔദ്യോഗികമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത് സ്വാഗതം ആശംസിക്കാനുള്ളത് ശ്രീമൂലം ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ മനു ടി ജി നായർ. അദ്ദേഹം ശ്രീമൂലം ക്ലബിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, സംഘടനാ തലങ്ങളിൽ ഒക്കെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അമൃത ടി വിയുടെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇനി അമൃത ടി വിയുടെ പ്രവർത്തനങ്ങളുമായി എപ്പോഴും സഹകരിക്കുന്ന ശ്രീമൂലം ക്ലബിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഗിരീഷിനെയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമൂലം ക്ലബിൻ്റെ മറ്റ് ഭാരവാഹികളെയും അതുപോലെ തന്നെ ക്ലബിലെ അംഗങ്ങളെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇനി നമ്മുടെ ആതിഥേയനായി നിൽക്കുന്ന ശ്രീ ശിവകുമാർ സാറിനെ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമൃത ടി വിയുടെ എക്കാലത്തെയും അഭിമാനമായ, അതിനേക്കാൾ അപ്പുറത്ത് വലിയ വലിയ പ്രൊഫൈലുള്ള ഗായകനായും അഭിനേതാവായും ഒക്കെ വലിയ പ്രൊഫൈലുള്ള ശ്രീ കൃഷ്ണേന്ദ്രൻ ചേട്ടനെയും ഔപചാരികമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് പങ്കജ കസ്തൂരിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ആ ഡോക്ടർമാരെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും, അമൃത ടി വിയുടെ ഈ നട്ടെല്ലെന്ന് പറയുന്ന ജീവാത്മാവും
പരമാത്മാവുമായി നിൽക്കുന്ന അമൃത TV-യിലെ എൻ്റെ സഹപ്രവർത്തകർ, അവരെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നമ്മുടെ പരിപാടിയെക്കുറിച്ച്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ 2 വാക്ക് സംസാരിക്കാൻ അമൃത TV-യുടെ ബിസിനസ് ഹെഡ് ആർ ശിവകുമാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കും. ഓം അമൃതീശ്വരി നമഃ. ഇന്ന് ഇവിടെ സന്നിധാനത്തുള്ള എല്ലാ അമൃത TV കുടുംബങ്ങൾക്കും ശ്രീമൂലം ക്ലബ്ബിലെ മെമ്പേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണനെ യുദ്ധത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ 2 കുടുംബാംഗങ്ങളോടെ കാണാൻ പോവുകയാണ് അല്ലേ, ദുര്യോധനും അതുപോലെ തന്നെ അർജുൻ സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചോദിച്ച സഹായം എന്താണ്? ഒരാൾക്ക് ശ്രീകൃഷ്ണൻ്റെ പടം വേണം, മറ്റേ ആൾക്ക് ശ്രീകൃഷ്ണനെ വേണം. അതുപോലെ അമൃത TV-ന്ന് ഷൈജുവും ന്യൂസിൻ്റെ ഭാരവാഹിയും കൂടെ ഹരിദാസ് സാറിനെ കാണാനായിട്ട് പോയി. ശ്രീമൂലം ക്ലബ്ബും അമൃത TV-യും സംയുക്തമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് പറയുന്നു. സാറ് ഇപ്പം ഇത് മുഖ്യ പ്രഭാഷകനായിട്ട് സാറ് വരണം എന്ന് പറഞ്ഞു പോവുകയും അപ്പം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തണമെന്ന് പറയുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ അദ്ദേഹം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ഈ പരിപാടി ഈ വേദിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രീമൂലം ക്ലബ്ബിൻ്റെ സഹകരണം ഇല്ലാതെ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ കമ്മിറ്റിയിൽ ഈ പ്രപ്പോസൽ കൊടുത്തപ്പോൾ തന്നെ ഐക്യതലമായി നമ്മുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ ഒരു ചർച്ചയും ഇല്ലാതെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി മെമ്പേഴ്സും കൂടെ ഒത്തൊരുമയായിട്ട് പറഞ്ഞു, ഇതിന് ഒരു ചർച്ചയില്ല, നമ്മൾ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. അമൃത TV 21 വർഷം പിന്നിടുമ്പോൾ അമൃത TV-യുടെ വിഷൻ എന്ന് പറയുന്നത് നന്മ മേന്മ എന്നാണ്. എന്താണ് സാമൂഹികമായിട്ട് പ്രതിബദ്ധതയുള്ള എന്ത് ആക്ടിവിറ്റി ഉണ്ടോ ആ ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ റിയാലിറ്റി ഷോസ് എടുത്താലും ന്യൂസ് എടുത്താലും നമ്മുടെ മറ്റ് റിലീജിയസ് പ്രോഗ്രാംസ് എടുത്താലും ആ സാമൂഹിക പ്രതിബദ്ധത കാണാം. ഇനി ആമുഖ പ്രഭാഷണത്തിനായി ശ്രീമൂലം ക്ലബിന്റെ സെക്രട്ടറി മനു TG നായരെ ക്ഷണിക്കും. വളരെയേറെ പ്രാധാന്യമുള്ള ആയുർവേദം, തീർച്ചയായിട്ടും അത് മലയാളിയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് ആയുർവേദം. പ്രത്യേകിച്ച് ഞാനൊക്കെ ടൂറിസം ഇൻഡസ്ട്രിയിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. അതിന് പുറമെ വിശേഷാൽ ഞങ്ങളും ഒരു ആയുർവേദ കുടുംബക്കാരാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ആഹാര രീതി തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശ്രീമൂലം ക്ലബ്ബ് ഇത്തരത്തിലൊരു പരിപാടി നടത്തണമെന്ന് ശിവകുമാർ എന്ന് പറയുമ്പോൾ ഒട്ടും ആലോചിക്കതെന്ന് പറയുമ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ആൾക്കാരുടെ പ്രത്യേകിച്ച് മെമ്പർമാരടങ്ങുന്ന ഞങ്ങളുടെ ഈ കുടുംബത്തിലെ 2 സെക്കൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം നോക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അജണ്ടയാണ്. പക്ഷെ ആയുർവേദം എന്ന് പറയുന്ന ഈ ഒരു രീതിയെപ്പറ്റി ആൾക്കാർക്ക് മനസ്സിലാക്കുവാനും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഉന്നതരായിട്ടുള്ള വളരെ ഉന്നത രീതിയിൽ നിൽക്കുന്ന പങ്കജ കസ്തൂരി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ തന്നെ ഉപയോഗപ്പെടുത്താനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമുക്കൊപ്പം പങ്കജ കസ്തൂരി ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ കസ്തൂരി ഉണ്ട്. അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ് കസ്തൂരി, ഒപ്പം അക്കാഡമിക്സിൻ്റെ ഡയറക്ടറുമാണ്. സ്വാഗതം. ശരിക്കും ഈ കർക്കിടക മാസത്തിൽ ഒരു ചികിത്സ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ എടുക്കാൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ നമ്മുടെ ഒരു ഇയറിനെ ത്രൂ ഔട്ട് 2 കാലങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ആദാനകാലം, മറ്റൊന്ന് വിസർഗകാലം. ആദാനകാലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും ബലത്തിനെ ആദാനം ചെയ്തു പോകുന്ന കാലം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാനുവരി മിഡ് മുതൽ ജൂലൈ മിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ വിസർഗകാലം എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നും ശരീരത്തിലേക്ക് ബലത്തിന് പ്രദാനം ചെയ്യുന്ന കാലഘട്ടം. അപ്പോൾ ഇതിൽ കർക്കിടകം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂലൈ മിഡ് മുതൽ ഓഗസ്റ്റ് മിഡ് വരുന്ന ആ സമയത്തിനെയാണ് കർക്കിടകം നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ ആദാനകാലത്തിൻ്റെയും വിസർഗകാലത്തിൻ്റെയും ഏകദേശം മധ്യത്തിൽ വരുന്ന ഒരു കാലം. അപ്പോൾ ശരീരത്തിൽ നിന്ന് ബലം പോകുന്നതും ശരീരത്തിലേക്ക് ബലം വരുന്നതും ഈ രണ്ടിൻ്റെയും ട്രാൻസ്ഫോർമേറ്റീവ് ഫേസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടകം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിട്ട് രോഗപ്രതിരോധ ശേഷി നന്നായുള്ളവർക്ക് അസുഖം വരാണ്ടിരിക്കാനും അല്ലെങ്കിൽ അത്രയേറെ ബലം കൂടുതൽ വരാനും, എന്നാൽ അത് കുറവായിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അസുഖം കണ്ടുവരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ കർക്കിടക മാസം. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ എത്ര കെയറിങ്ങോടുകൂടി അല്ലെങ്കിൽ എത്ര ക്രിട്ടിക്കലായിട്ട് നമ്മുടെ ശരീരത്തിനെയും ആരോഗ്യത്തിനെയും കാണുന്നു, അവിടെ ഈ ആയുർവേദ ചികിത്സയ്ക്കുള്ള പ്രാധാന്യം വരുന്നു എന്നുള്ളതാണ്. ഈ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ എത്രത്തോളം നമുക്ക് ആയുർവേദം ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ള നമ്മുടെ ചികിത്സ എത്രത്തോളം ഗുണം? ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, രോഗാഹ സർവേ അപി മന്ദേ അഗ്നോ എന്ന് പറയും. അതായത് എന്തെല്ലാം അസുഖമാണോ നമ്മുടെ ശരീരത്തിൽ വരുന്നത് അത് നമ്മളുടെ അഗ്നിബലത്തിനെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അഗ്നിബലം രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആയുർവേദ ചികിത്സയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും നമ്മുടെ ദഹനശക്തിയെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത്.
മെയിനായിട്ടും ദീപന പാചനം, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം, അത് ദഹനം, അതിൻ്റെ എങ്ങനെയാണ്. ഋതുചര്യയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 2 മാസം കൂടുമ്പോഴുമാണ് ഓരോ ഋതുക്കൾ മാറുന്നത്. അവിടെയെല്ലാം ഓരോ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചേഞ്ച് കൂടി നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ നമ്മൾക്ക് തടയാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഋതുക്കളിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, ഇപ്പം ഓരോ സീസണൽ ഫ്രൂട്ട്സ്, ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദിസ് ഋതു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ആഹാരത്തിൻ്റെ നിയന്ത്രണം, അവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ദഹനത്തിനെ കൃത്യമായി കൊണ്ടുപോകുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവരുടെ ഉറക്കം, വിശപ്പ്, മലശോധന, ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 കാര്യങ്ങൾ കൃത്യമായി നമ്മൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ 80% നമ്മൾ ആരോഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്ന കാലഘട്ടം കൂടെ ആയതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡൈജസ്റ്റീവ് പവറിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മളുടെ ആഹാര ദഹന വ്യവസ്ഥിതി മനസ്സിലാക്കുന്നുവോ, അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള സമയത്തിൽ നിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുവോ, അത് കുറച്ചുകൂടി നമുക്ക് രോഗപ്രതിരോധ ശേഷിയെ കൂട്ടാൻ സഹായകരമായി മാറും. ഡോക്ടർ സൂചിപ്പിച്ച പോലെ കർക്കിടകം, യഥാർത്ഥത്തിൽ കർക്കിടക മാസം എന്നുള്ളത് ശരീരത്തിനും മനസ്സിനും ഒരു ഊർജ്ജ സമ്പാദനത്തിനുള്ള, അടുത്തൊരു വർഷത്തേക്ക് ജീവിക്കാനുള്ള ഊർജ്ജം സമ്പാദിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡോക്ടർ നേരത്തെ പരാമർശിച്ച പോലുള്ള, അതായത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു, എങ്ങനെ ആഹാരം കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യനും സ്വയം ഉറപ്പാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ജീവിതശൈലിയും ആയുർവേദവും എന്നുള്ള വിഷയത്തിൽ ഡോക്ടർ ഹരീന്ദ്രൻ നായർ സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ദാനമയി ദേവിയുടെ ഊർജം നിലനിൽക്കുന്ന അമൃത ടി വിയിൽ ആ ഒരു പ്രസ്ഥാനത്തിൽ വരുമ്പോൾ എന്നെ ക്ഷണിക്കുമ്പോൾ രണ്ടാമത് വേണോ എന്നാലോചിക്കേണ്ടി വന്നില്ല. ഇമ്മീഡിയറ്റ്ലി പോകുമെന്ന് പറയുകയായിരുന്നു. കാരണം അഭിമാനമാണ്, സന്തോഷമാണ്. 2 പ്രസ്ഥാനങ്ങൾ, ശ്രീമൂലം ക്ലബ്ബും അമൃത ടി വിയും ഞങ്ങളെ കൂടെ ഉൾക്കൊള്ളിച്ചതിൽ സന്തോഷം. ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ ഒരു 30% അല്ലെങ്കിൽ 20% ആൾക്കാർ എന്തെങ്കിലും ആവശ്യത്തിന് അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും ഫാറ്റി ഇൻഫിൽട്രേഷൻ ഓഫ് ലിവർ അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നൊക്കെ എഴുതി വെക്കും. അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലിവർ എൻസൈംസ് AST ALT എന്ന് പറയുന്ന SGOT SGPT എന്ന് പറയുന്ന അടുത്തൊരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എലിവേറ്റഡ് OT and PT SGOT SGPT വിത്ത് ഫാറ്റി ഇൻഫിൽട്രേഷൻ ഓഫ് ലിവർ എന്നുള്ള അവസ്ഥ വരും. അപ്പോൾ ഡോക്ടർമാർ അതിനെഴുതും ക്രോണിക് ആക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് എന്നെഴുതും. അന്ന് മുതൽ 365 × 5 കൃത്യം 5-ാം വർഷം നിങ്ങൾ പ്രമേഹ രോഗിയാകും. ഇത് ഞങ്ങൾ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം. ഓരോ അവയവങ്ങൾക്കും ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്. അർദ്ധരാത്രി 1 മണി മുതൽ 3 മണി വരെ ഉള്ള 2 മണിക്കൂർ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ്റെ സമയമാണ്. കേവലം ഫാറ്റി ലിവർ, നിങ്ങളുടെ ആഹാര രീതി, അർദ്ധരാത്രി ലിവറിന് ഡീടോക്സിഫിക്കേഷൻ വേണ്ടുന്ന സമയത്ത് ഡീടോക്സിഫിക്കേഷൻ, അതായത് റെസ്റ്റ് എടുക്കണം. ആ സമയത്ത് ആഹാരം കഴിക്കാൻ പാടില്ല, ഉറങ്ങണം. ആ സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ ആവശ്യമുള്ള സമയത്ത് ആഹാരം കഴിക്കുകയും ആ ആഹാരം തന്നെ കാർബോഹൈഡ്രേറ്റ് അമിതമായി കഴിക്കുകയും ഫാറ്റി ആയിട്ടുള്ള ആഹാരം അമിതമായി കഴിക്കുകയും ചെയ്യുമ്പോൾ ലിവർ ഡാമേജ് ഉണ്ടാകുന്നു. ഒരു ജീവിതശൈലി രോഗമാണ് ഞാൻ പറഞ്ഞ ഡയബറ്റിസ്. ഡയബറ്റിസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഡയബറ്റിസ് പാരമ്പര്യ രോഗമായിട്ട് ഇതൊന്നും വേണ്ട, ഫാറ്റി ഇൻഫിൽട്രേഷൻ ലിവർ വേണ്ട, എലിവേറ്റഡ് എൻസൈംസ് വേണ്ട, അല്ലാതെയും നിങ്ങൾ ശരീരഭാരം കൂടുതലുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരുന്നു. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങളെപ്പോഴും ആഹാരം കഴിക്കുകയും പകൽ പോലും കിടന്നുറങ്ങുകയും വ്യായാമമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ പ്രമേഹം വരും. നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന രോഗം ഒന്നേ ഉള്ളൂ, പ്രമേഹം. നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കൃത്യസമയത്ത് ഉറങ്ങുക, അനാവശ്യമായിട്ട് ആകുലത വലിച്ചു വയ്ക്കാതിരിക്കുക. നമുക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്.
അവകളെ നമ്മളാണ് മാറ്റിയെടുക്കാൻ. ആ തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതശൈലീജന്യ രോഗങ്ങളിൽ നല്ല ശതമാനം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന ആളാണ് എങ്കിൽ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ്സിലെടുത്തിട്ട് ഒരു 6 മുതൽ 8 വരെ വെളുത്തുള്ളി അരിഞ്ഞ് അതിലിടുക. അതിനെ ഓവർനൈറ്റ് അങ്ങനെ വച്ചേക്കുക. രാവിലെ സ്പൂണ് കൊണ്ട് ആ വെളുത്തുള്ളി എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ആ വെള്ളം വെറും വയറിൽ കുടിക്കൂ. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ അബ്രപ്റ്റായിട്ട് നിർത്തിക്കോളൂ. ഒരു കൊളസ്ട്രോളും കൂടില്ല, എൻ്റെ ഉറപ്പ്. ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല, കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ഒഴിവാക്കണമെന്ന് പറയുന്നതല്ല. ഒഴിവാക്കാം, ഇത് കഴിച്ചതിന് ശേഷം മാത്രം. 40 ദിവസം കഴിഞ്ഞ് നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനേക്കാളും കുറഞ്ഞിരിക്കും. കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ BP എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ഏതാണ് ഏറ്റവും നല്ല വയറ് ശുദ്ധമാവാൻ വേണ്ടിയിട്ട് രാവിലെ വെളുപ്പാങ്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്നത്? രാവിലെ എണീറ്റ് മല്ലിവെള്ളം കുടിക്കുന്നവരുണ്ടാകാം, ക്യാരറ്റ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട്, ക്യാബേജ് ഒക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നവരുണ്ടാകാം. ഏറ്റവും നല്ലത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം. അത് വെള്ളം കുടിക്കുകയാണ് എങ്കിൽ, ഒരു 50 കിലോ വെയിറ്റുള്ള ആളാണ് എങ്കിൽ 600 മില്ലി വെള്ളമെങ്കിലും കഴിക്കണം. നിങ്ങൾ 90 കിലോ വെയിറ്റുള്ള ആളാണെങ്കിൽ 700-750 മില്ലി വെള്ളം കഴിക്കണം. എന്തെന്നാൽ വായ മുതൽ ഏനസ് വരെ ഉള്ളതിൽ ആദ്യത്തെ 25% ആയ ആസിഡ് മീഡിയം നള്ളിഫൈ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പച്ചവെള്ളം കുടിക്കുക, തലേദിവസം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ചെറു ചൂടുവെള്ളം കുടിക്കുക. മല്ലിവെള്ളം കുഴപ്പമില്ല, ദോഷമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് വെറുതെ അൺനെസസറിലി മല്ലിയാണെങ്കിലും എൻ്റെ ആവശ്യമില്ല, വെറും വെള്ളം കുടിക്കുക. ഈ വെള്ളം ഇങ്ങനെ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ ട്രാക്റ്റിലെ ഹൈപ്പർ അസിഡിറ്റി, അമ്ലാധികത്വം നള്ളിഫൈ ചെയ്യാൻ ഈ വെള്ളം സഹായിക്കുന്നു. അലോപ്പതി മെഡിസിൻകാർ പറയുന്ന വലിയൊരു ഇതുണ്ട്, ആയുർവേദ മരുന്നുകളിനകത്ത് സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്ക് ഗ്യാസ് വരുമ്പോൾ അഭയാരിഷ്ടമോ ദശമൂലാരിഷ്ടമോ ധന്വന്തരോ അതായത് പനിയോ അങ്ങനെ എന്ത് വന്നാലും നമ്മുടെ അതായത് ഇത് കഴിച്ചാൽ മതി എന്ന് നമ്മുടെ ചിലപ്പം അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ കേടാന്ന് പറയുന്നു. ഇത്തരം അരിഷ്ടവും ടാബ്ലറ്റും ഒക്കെ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു പനി വരികയോ ഗ്യാസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ സൗകര്യത്തിനുള്ള ഒരു അളവിൽ കഴിക്കാൻ പറ്റുന്നതാണോ? നാച്ചുറലി ഒക്കറിങ് സ്റ്റിറോയിഡ് വേറെ, സിന്തറ്റിക് സ്റ്റിറോയിഡ് വേറെ. സിന്തറ്റിക് സ്റ്റിറോയിഡ് നിർബന്ധമായും ദോഷമാണ്, അത് കഴിക്കാൻ പാടില്ല. ആയുർവേദത്തിൽ സിന്തറ്റിക് സ്റ്റിറോയിഡുകൾ ഉണ്ട് എങ്കിൽ അത് ആയുർവേദ ഡോക്ടർ ചേർത്തതാകണം, അല്ലാതെ വരില്ല. 2, താങ്കൾ ചോദിച്ചു ദശമൂലാരിഷ്ടം കഴിക്കാമോ? ദശമൂലാരിഷ്ടം അതിനകത്ത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ആൽക്കഹോളുണ്ട്. ഏതൊരരിഷ്ടം എടുത്ത് നോക്കിയാലും 11.9% ആൽക്കഹോൾ വരെ വരാം. 12 ആയാൽ ആഡ് ചെയ്താലേ വരത്തുള്ളൂ. നിങ്ങൾ കരൾ രോഗിയാണെങ്കിൽ അനാവശ്യമായിട്ട് അരിഷ്ടമൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. അല്ല എങ്കിൽ രാത്രി 50 മില്ലി ദശമൂലാരിഷ്ടം 100 മില്ലി ദശമൂലാരിഷ്ടം കഴിച്ചിട്ട് കിടന്നാൽ അത് കാർഡിയോ വാസ്കുലാർ സ്റ്റിമുലൻ്റാണ്, ഡൈജസ്റ്റീവാണ്, കാർമിനേറ്റീവാണ്, നല്ല ഒരു മരുന്നാണ്. എനിക്ക് തോന്നുന്നു അമൃത TV-കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നു തോന്നുന്നു. ഐ ആം ആൾസോ ഓൾ ഫോട്ടോഗ്രാഫേഴ്സ് വിൽ ഹാവ് അൾസർ. ഞങ്ങൾക്കെല്ലാം അൾസർ ഉള്ളവരാണ്. കാരണം ടെൻഷൻ, സമയത്തിന് ആഹാരം കഴിക്കില്ല. അപ്പോൾ ഐ ആം എ സിവിയർ പേഷ്യൻ്റ് ഓഫ് അൾസറാണ്. അതെ, അതിന് ഉള്ള ജീവിതശൈലിയും പരിഹാരവും പറഞ്ഞു തരാൻ പറ്റും. താങ്ക് യു. വായ മുതൽ ഏനസ് വരെയുള്ള ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ 4/1 ഭാഗം, ആദ്യത്തെ 4/1 ഭാഗം ആസിഡ് മീഡിയവും അതിനുശേഷമുള്ള 4/3 ഭാഗം ആൽക്കലൈൻ മീഡിയവുമാണ്. ഈ ആസിഡ് മീഡിയത്തിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആദ്യം നെഞ്ചരിച്ചിൽ, വെപ്രാളം, ഏമ്പക്കം, മേൽവയറ് വീർപ്പ്, ഇങ്ങനെയുള്ള കുറേ കൊച്ചു അസ്വസ്ഥതകൾ തുടങ്ങുന്നു. അത് ഹൈപ്പർ അസിഡിറ്റി. പിന്നെ അകത്ത് കഴിഞ്ഞാൽ പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, പിന്നെ അകത്ത് കഴിഞ്ഞാൽ ക്രോൺസ്, പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് തുടങ്ങി എല്ലാ രോഗങ്ങളും ഒരു കുടുംബത്തിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന ആൾക്കാരെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ആദ്യത്തെ ചികിത്സ രാവിലെ 700 മില്ലി വെള്ളം കുടിക്കുക. രാവിലെ 700 മില്ലി വെള്ളം ദിവസവും കുടിച്ചാൽ നിങ്ങളിപ്പോൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എങ്കിൽ
കൃത്യം 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ശീലിച്ചിരിക്കുന്ന ഹൈപ്പർ അസിഡിറ്റിയുടെ മെഡിസിൻസ് ഒഴിവാക്കാൻ പറ്റും. 2, രാത്രി കിടക്കാൻ നേരത്ത് സവാള ആഹാരത്തിന് ശേഷം പറ്റുമെങ്കിൽ ഒരു സവാള അല്ലെങ്കിൽ ഒരു പകുതി സവാള, ഒരു ശരാശരി വലിയ ഉള്ളിയുടെ പകുതി ചവച്ച് കഴിക്കുക. സവാള ആൽക്കലിയാണ്, ആസിഡല്ല. ദിവസം 2 നേരം ആദ്യം തൈരോ മോരോ കുടിക്കുക. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാൻറ്റോപ്രസോൾ, ഒമിപ്രസോൾ, അങ്ങനെ പല മരുന്നുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള മെഡിസിനൊക്കെ നിങ്ങൾക്ക് 15 ദിവസം കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. നല്ല ആഹാര രീതി കൊണ്ടുവരിക. അനാവശ്യമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുക. സ്പൈസി ആയിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ളതും കുറയ്ക്കുക. നിങ്ങൾക്ക് എന്തും കഴിക്കാം. കഴിവതും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൊഴുപ്പ് നള്ളിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ആഹാരം കഴിക്കുക. അപ്പോൾ ഇത്രയുമാണ് അസിഡിറ്റിക്ക് പറയാനുള്ളത്. ഈ അസിഡിറ്റി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്നതാണ് ആദ്യം അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി സിൻഡ്രോം, പിന്നെ ഈസോഫാജിയൽ വേരിസസ്, അത് കഴിഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ്, എന്തൊക്കെ അതിനെ തുടർന്ന് വരാമെന്നറിയാമോ? ഈ ബി പിയുടെ 2 കേസുകൾ പറഞ്ഞില്ല. അപ്പൊ ഈ എസൻഷ്യൽ ബി പി നമുക്ക് ഈ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? രണ്ടാമത്തത് ഈ സിസ്റ്റമിക് ബി പി ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് പേഴ്സണലി സിസ്റ്റമിക് ബി പി ആണ്. ഈ കിഡ്നി സിസ്റ്റ് ഉണ്ട്, ലിവർ സിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അതിൽ അലോപ്പതിയിൽ ട്രീറ്റ്മെന്റ് ഇല്ല, അത് മാറില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. അത് അതിന്റെ സിംറ്റംസ് ആയ ബി പി മാനേജ് ചെയ്ത് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന്, ഈ എസൻഷ്യൽ ബി പി നമുക്ക് ജീവിതശൈലിയിൽ എന്ത് മാറ്റം വരുത്തിക്കൊണ്ട് അതിന് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാം. 2, ഈ സിസ്റ്റമിക് ബി പി എനിക്കുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കിഡ്നി സിസ്റ്റ് ഇതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്ത് എടുക്കാമെന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചു 2 BP. ഒന്ന് എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, ഫെമിലിയൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയും. പാരമ്പര്യജന്യമായിട്ടുണ്ടാകുന്ന അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മക്കൾക്കുണ്ടാകുന്ന BP. അതിന് മെഡിസിൻ കഴിക്കേണ്ടി വരും. വേറൊന്ന് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ, സിസ്റ്റം ബേസ്. ഇപ്പം ലിവറിലോ കിഡ്നിയിലോ അസുഖമുണ്ടെങ്കിൽ, ഹാർട്ടിൽ അസുഖമുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരാണ് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ. ഈ സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ആയുർവേദത്തിലൂടെ 101%. ഞാൻ എൻ്റെ രക്തസമ്മർദ്ദ രോഗികൾക്ക് ആർക്കും ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാറേ ഇല്ല. BP-ക്കുള്ള ചില ഒറ്റമൂലികൾ പറയാം. ഈസി ആയിട്ട് നിങ്ങൾ ഈ ഒറ്റമൂലികൾ മനസ്സിൽ കുറിച്ച് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിൽ കുറിച്ച് വയ്ക്കുമ്പോൾ, ഇത് ഉപയോഗിക്കുമ്പോഴും BP നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് വേണം നിങ്ങൾ BP-യുടെ മെഡിസിൻ തീരുമാനിക്കാൻ. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് നീർമരുന്ന് എന്നുള്ള മരുന്ന് കിട്ടും അങ്ങാടിക്കടകളിൽ നിന്ന്. വലിയ കാര്യമൊന്നുമുള്ളതല്ല. 1 കിലോ മരുന്നിന് 100, 150, 200 രൂപയേ ഉള്ളൂ. 1 കിലോ വാങ്ങിച്ച് 1 വർഷത്തേക്ക് വരും. 1 വർഷത്തേക്ക് ഭംഗിയായിട്ട് കഴുകി ഉണക്കി ഒന്ന് മിക്സിയിൽ പൊടിച്ച് വച്ചേക്കുക. രാത്രി കിടക്കാൻ നേരത്ത് 1 സ്പൂൺ 5 ഗ്രാം, ഒരു 3 മുതൽ 5 വരെ ഗ്രാം, 1 ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ കലക്കിയും കുടിച്ചിട്ട് കിടക്കുക ദിവസവും. അതുപോലെ വേറൊന്നാണ് അമൽപുരി റാവോൾഫിയ സർപ്പൻറ്റൈന, സർപ്പഗന്ധി എന്നും പേരുണ്ട് അതിന്. അതും ഇതുപോലെ തന്നെയാണ്. 300 രൂപയ്ക്ക് താഴെ 1 കിലോ ഉള്ളതാണ്. ഈ പറയുന്ന അമൽപുരിയും നീർമരുതും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങളുടെ BP, ഏത് BP ആയിക്കോട്ടെ, എസൻഷ്യൽ ആയിക്കോട്ടെ, ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റമിക് ആയിക്കോട്ടെ, നിങ്ങളുടെ BP, സിസ്റ്റോളിക് പ്രഷർ എപ്പോഴും 100, 140 താഴെ നിൽക്കും. ഡയസ്റ്റോളിക് പ്രഷർ 90 താഴെ നിൽക്കും. അത് നിങ്ങൾക്ക് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ കൂടെ ഈ നീർമരുതും അമൽപ്പൊരിയും തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ തന്നെ പറയും, ഇപ്പം വളരെ BP കുറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അതിൻ്റെ പകുതി കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ 1988 പങ്കജ കസ്തൂരി, അതുപോലെ തന്നെ 2005 അമൃത TV, 1890 ശ്രീമുലം ക്ലബ്ബ്. അങ്ങനെ ഈ ഇത്രയും കാലയളവിലുള്ള ഒരു ചരിത്ര നിമിഷം കൂടെയാണ് ഈ ഒരു ഒത്തൊരുമയെന്ന് പറയുന്നത്, ഈ 3 വീടുകളുടെ ഒത്തൊരുമയെന്ന് പറയുന്നത്. അതിൽ ഭാഗമാകാൻ പറ്റിയതിൽ ശ്രീമുലം ക്ലബ്ബിനും അതുപോലെ തന്നെ അമൃത TVക്കും പങ്കജ കസ്തൂരിയും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് സാർ. ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു സ്പീച്ച് നടത്തിയ ഡോക്ടർക്ക് ആദ്യമായി നന്ദി പറയുന്നു. പങ്കജ കസ്തൂരി സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർമാരും പാരാമെഡിക്സും അവർക്കും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു വൻ വിജയമാക്കി തീർത്ത അമൃത TVയിലെയും ശ്രീമൂലം ക്ലബിലെയും അംഗങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.